ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 16-17 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ നമ്മൾ പരമാവധി കുറക്കുന്നുണ്ട്, ഉത്തരം പറഞ്ഞ് മാത്രം പോവുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ അതെങ്ങനെ കിട്ടിയെന്നില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു പോകാം, നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഫീച്ചർ അല്ലാത്ത എന്തിൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചർ അല്ലാത്ത പ്രൈസ് ടേക്കറാണ് ശരിയാണ്, ഹോമോജിനസ് ഗുഡാണ് ശരിയാണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അതും ശരിയാണ്. പക്ഷേ ഇംപെർഫെക്റ്റ് നോളജ് ആണോ? അല്ല, പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ ആണല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരിക. അതായത് അത് മാത്രം എന്തല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷത അല്ലാത്ത ഒന്നാണ് എന്ത്? കമ്പോള സാഹചര്യത്തെക്കുറിച്ച് അപൂർണമായ അറിവ് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുണ്ടാവും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ ജോൺ മെയ്നാർഡ് കെയ്ൻസ് അല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു ചോദ്യം കണ്ടു. അപ്പോൾ കെയ്ൻസിൻ്റെ പുസ്തകം ഏതാണ്? വേറെ ഏതുമല്ല, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് പോവാം. സെല്ലിംഗ് ഓഫ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ ഓക്കെ അതെന്ത് ചെയ്യാണ്? സെല്ല് ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ പറയുന്ന വേറെ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ മണി, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സെല്ലിംഗ് ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് കയ്യിലുള്ള ബോണ്ടുകൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിന് എന്ത് കിട്ടും? ഗവൺമെൻറ്റിന് ക്യാഷ് കിട്ടും അല്ലേ. മണി ആർക്കാണ് കിട്ടുന്നത്? ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത്. കാരണം ഗവൺമെൻറ് സെല്ല് ചെയ്യുമ്പം അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? പൈസ, എക്കോണമിയിലുള്ള പൈസ കംപ്ലീറ്റ് ഗവൺമെൻറ് അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മണി സപ്ലൈ കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ പണപ്രദാനം എന്ത് ചെയ്യുന്നു? ചുരുക്കുകയാണ് ഗവൺമെൻറ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, സെല്ലിങ് നമ്മൾ പറഞ്ഞ പോലെ ബൈയിങ് ആണെങ്കിലോ, അതായത് ഗവൺമെൻറ് തിരിച്ച് ബോണ്ടുകൾ ഇങ്ങോട്ട് വാങ്ങണമെങ്കിൽ പൈസ എന്ത് ചെയ്യും? ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പാൻഷൻ ആയിരിക്കും വരും കേട്ടോ. അപ്പോൾ സെല്ലിങ് വരുന്നത് കോൺട്ര ആണ്. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ കോൺട്ര സീനാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ആൻഡ് കൺസംഷൻ മീൻസ്. ഓക്കെ, എക്സ് ആൻഡ് ഇവിടെ മലയാളത്തിൽ കൊടുത്തതിന് എക്സ് ആൻറ്റി നോക്കിയാണ്, ആൻറ്റി ഒന്നുമല്ല, എക്സ് ആൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എക്സ് ആൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് അല്ലേ, നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ആൻഡ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. എന്തായിരിക്കും? പ്ലാൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണി സപ്ലൈ ഇൻ ഇന്ത്യ ഈസ് റെഗുലേറ്റഡ് ബൈ ഡാഷ്. ഓക്കെ, ഇന്ത്യയിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്ന ഒരേ ഒരു അധികാരമുള്ള സ്ഥാപനം ഏത് മാത്രമാണ്? ഈ പറഞ്ഞിരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മണി സപ്ലൈ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മീൻ. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉൽപാദന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഇൻപുട്ട് ആണോ? അല്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, റിലേഷൻ ബിറ്റ്വീൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ? അല്ല, അത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ല. റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ഫിക്സഡ് ഇൻപുട്ട് ആണോ? അതുമല്ല. പിന്നെ ഏത് ഉത്തരം വരിക? ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, അഥവാ ഉൽപാദന ധർമ്മം എന്ന് പറഞ്ഞാൽ നിവേശങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ബന്ധത്തിനാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് MR കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ MR കർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ കർവ് വരുന്ന ഷേപ്പ് ഇതാ ഇങ്ങനെയാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും വരിക. P=AR MR എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം വരും കേട്ടോ. ഓപ്ഷൻ എ ആണ്. എക്സ് ആക്സിസിന് സമാന്തരമായ ഒരു നേർരേഖയായിരിക്കും നമുക്കുണ്ടാകുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാക്രോയിൽ പഠിച്ചതാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് നമ്മൾ പറഞ്ഞവരാണ്, അഥവാ സെൻട്രൽ ഗവൺമെൻറ്. ഈ പറഞ്ഞ RBI അല്ല, സെൻട്രൽ ഗവൺമെൻറ് പോളിസിക്ക് പറയുന്നവരാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? അല്ല. മണി സപ്ലൈ ആണോ? അല്ല. ക്യാഷ് റിസർവ് റേഷ്യോ ആണോ? അല്ല. പിന്നെ ഏത് മാത്രമാണ്? ഈ പറഞ്ഞ മൂന്നെണ്ണം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ടാക്സ് മാത്രമാണ് ഫിസ്ക്കൽ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ. ബാക്കി മൂന്നെന്താണ്? മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം, ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ഡാഷ്. ഓക്കെ, അതായത് ഏതൊരു ഫേമിന് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് വരാം, മാർക്കറ്റിന് എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞ് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് അവിടെ മാർക്കറ്റിൽ എപ്പോഴും എന്തുണ്ടാവുള്ളൂ? നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻ ഇവിടെ എവിടെയെങ്കിലും വരുന്ന കൊടുത്തിട്ടുണ്ടോ നോക്കുക. എക്സാക്ട്ലി നമുക്ക് ഓപ്ഷൻ എ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഈക്വൽ ടു മിനിമം AC എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ടാക്സീസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻകം. ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഇൻകത്തിനെ ബാധിക്കാത്ത ടാക്സ് ഏതാണ്? പ്രൊപ്പോർഷണേറ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, പ്രോഗ്രസീവ് ടാക്സ്, ലംസം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഏത് ടാക്സ് ആണ് വരുന്നത്? ഈ പറഞ്ഞ ലംസം ടാക്സ്. ഓക്കെ, ലംസം ടാക്സ് പറഞ്ഞാൽ ഒറ്റ തവണ നമ്മൾ നികുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ഇൻകായാലും കുഴപ്പമില്ല, എല്ലാവരും കൊടുക്കേണ്ടിയിരുന്നതാണ് ലംസം ടാക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഉത്തരം വരിക. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് APC MPC ഒക്കെ തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1 - MPC എന്ന് പറഞ്ഞാൽ എന്ത് വരില്ല? APS വരുമോ? ഇല്ല, തെറ്റാണ്. APC - APS ചേർന്ന് 1 വരുമോ? ഇല്ല. APCയും APSും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 1 വരും. അത് വരും, അത് ശരിയാണല്ലേ. എന്നാൽ ലാസ്റ്റ് വൺ തെറ്റാണ്. MPCയും MPSും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് MPC + MPS എന്ന് ചേർന്നാൽ എന്താണ്? 1 എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ C മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള ഉത്തരങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ വൺ വിച്ച് റെപ്രസെൻറ്റ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂർണ്ണ മത്സര കമ്പോളം ഉണ്ടല്ലേ. ഈ പൂർണ്ണകിട മത്സര കമ്പോളത്തെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആവറേജ് റവന്യൂ മാർജിൻ റവന്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിൽ. അഥവാ നമുക്കറിയാം മാർജിൻ റവന്യൂ ആവറേജ് റവന്യൂ ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിൽ മാത്രമാണ് ഇക്വിലിബ്രിയം സംഭവിക്കുക എന്ന് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വിച്ച് മെഷർ ഓഫ് മണി സപ്ലൈ ഈസ് നോൺ ആസ് ആഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സസ്. ഓക്കെ, ആഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മണി സപ്ലൈ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന 3rd ചാപ്റ്ററിലാണ്, മാക്രോ എക്കണോമിക്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം വരിക? അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന M1, M2, M3 ആൻഡ് M4 പഠിച്ചിട്ടില്ലേ, അതിൽ നമ്മുടെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണ് വരിക. M1ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ഉണ്ടല്ലേ. നെറ്റ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ച് ഓർമ്മയുണ്ടോ? നെറ്റ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് M3 എന്ന് പറയും. ഏതാണ് ഉത്തരം വരിക? M3 എന്നാണ് നമ്മുടെ ഉത്തരം കേട്ടോ. അപ്പോൾ ഏതാണ് ഉത്തരം? M3 ആണ് നമ്മുടെ ഉത്തരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റിന് പോകാം. ഐഡൻറ്റിഫൈ ദ വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി അറ്റ് എ പോയിന്റ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ സപ്ലൈ കർവ് പാസിങ് ത്രൂ ദി ഒറിജിൻ. ഓക്കെ, അപ്പോൾ സപ്ലൈ കർവിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള അല്ലേ. അപ്പോൾ സപ്ലൈ കർവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതാ നോക്കി, ഈ ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന അവിടെ എത്രയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇലാസ്റ്റിറ്റി എത്രയായിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കേസാണ്. ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്താണ് അവിടുത്തെ ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും വരിക? =1 ആയിരിക്കും. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എത്രയാണ് വരിക? =1 ആണ് വരിക. അപ്പോൾ നമ്മൾ ഉത്തരം എത്രയായിരിക്കും വരിക? 1 ആണ് ഉത്തരം വരിക കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്രോഫിറ്റ് വെൻ ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടു ടോട്ടൽ കോസ്റ്റ്. നമുക്കറിയാം ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തുല്യமான സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ്. ഏതാണ് ഉത്തരം വരിക? നോർമൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഉത്തരം എന്താണ് വരിക? നോർമൽ പ്രോഫിറ്റ് ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10L raised to 3/4 ഇൻറ്റു K raised to 1/4 എന്ന് പറയുന്നത് എന്താണ്? കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്കറിയാം. വിച്ച് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻക്രീസിങ്, ഡിക്രീസിങ് ആൻഡ് കോൺസ്റ്റൻറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് മൂന്നും പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയിരുന്ന കാര്യം ഇതായിരുന്നു. എന്താ നോക്കിയിരുന്നത്? ആൽഫ പ്ലസ് ബീറ്റ അതിൻ്റെ വാല്യൂ =1 ആണോ, അതോ >1 ആണോ, അതോ <1 ആണോ? ഈ ഒരു റിലേഷൻ നോക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരുന്ന റിലേഷൻ്റെ വാല്യൂ നോക്കാം. ഈ ആൽഫ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 3/4 എന്ന് പറയുന്നത്, അതായത് L-ൻ്റെ മുകളിൽ വരുന്ന വാല്യൂ ആണ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ. ഇനി ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ബീറ്റ എന്ന് പറയുന്നത് ഈ പറഞ്ഞ K-യുടെ തൊട്ടും റേസ് ടു ആയിട്ട് പവറായിട്ട് വരുന്നതാണ്. അത് എത്രയാണ്? 1/4 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 3/4 + 1/4 എന്ന് പറയുമ്പോൾ 3/4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് ഉത്തരം കൊടുക്കുക. എന്താണ്? =1 എന്നുകൊണ്ട് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിലായിരിക്കും നമുക്കിവിടെ കാണിക്കുന്നത്. അഥവാ CRS ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്കോണമി ഗവൺമെൻറ് ഇൻവെസ്റ്റ് 40 crore. ഓക്കെ, 40 കോടി രൂപ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇൻകം ഇൻക്രീസസ് ബൈ 120 crore. ഫൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ΔY/ΔI എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. 1/1 - C എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ ഇക്വേഷൻ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ΔY എന്ന് പറയുമ്പോൾ നമുക്കറിയാം 120 crore ആണ് കിട്ടിയത്. ΔI എന്ന് പറയുമ്പോൾ നമുക്കറിയാം 40 കോടിയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഉത്തരം എത്ര കിട്ടുക? ΔY/ΔI എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 120/40 എന്ന് കിട്ടും. ഉത്തരം എത്ര വരിക? 3 എന്നാണ് വരിക. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എത്ര വരിക? 3 ആണ് നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ആയിട്ട് വരും കേട്ടോ. ഉത്തരം എത്രയാണ് വരിക? 3 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സിറ്റുവേഷൻ വെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻഫൈനറ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് ഫോർ മണി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ പറഞ്ഞ ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ലിക്വിഡിറ്റി ട്രാപ്പ് എന്നാണ് പറയുക. എന്താ പറയുക? ലിക്വിഡിറ്റി
ട്രാപ്പ്. ആ ഒരു റീജിയനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പണത്തിൻ്റെ ഊഹക്കച്ചവട ചോദനം പരിപൂർണ്ണ ഇലാസ്തികമാകുന്ന സാഹചര്യത്തിനാണ് എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിവിടെ. ദ ബ്രേക്ക് ഇവൻ പോയിന്റ് ഓഫ് എ ഫേം ഈസ്. ഓക്കെ, ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വരിക, നമ്മുടെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ്, വിച്ച് ഈസ് മാക്രോ എക്കണോമിക് വേരിയബിൾ. മാക്രോയിൽ വരുന്ന വേരിയബിൾ ഏതാ ചോദിച്ചിരിക്കുന്നത്, പ്രൈസ് ഓഫ് എ ഔട്ട്പുട്ട് ഓഫ് എ ഫേം. തെറ്റാണ്, ഒരു ഫേമിൻ്റെ വന്നിട്ട് കാര്യമില്ല. നാഷണൽ ഔട്ട്പുട്ട്, അത് ശരിയാണല്ലേ. നാഷണൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് മാക്രോ എക്കണോമിക് വ്യൂ വരുന്നതിന് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കോളൂ, MPC ഓഫ് ആൻ എക്കോണമി. ഓക്കെ, ഒരു എക്കോണമിയുടെ MPCയുടെ വാല്യൂ എന്നിട്ട് ദെൻ അതിൻ്റെ MPS കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് MPC പ്ലസ് MPS ചേർന്നാലാണ് എന്ത് കിട്ടുക, 1 കിട്ടുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ വാല്യൂ ഒന്ന് MPCയുടെ വാല്യൂ ഒന്ന് 0.4 ആണ് തന്നു. ഇനി അതിൻ്റെ കൂടെ എത്ര കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് 1 കിട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് കണ്ണടച്ച് ഉത്തരം പറയാം, 0.6 അഥവാ 0.6 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കഷന്. ബാക്കി എന്ത് ചെയ്യും നമ്മൾ പാർട്ട് 3 ഡിസ്കഷന്. വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.